We go. We welcoming Prithvi back to KVA. Sukumaran, Prithvi. After a long time. Oh, welcome da, welcome. നമ്മള് 2-3 ദിവസമായി ഡിലേ ആയി. അതൊരു ഹെവി ഐറ്റം തന്നെയായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയതാണല്ലോ. 2 ദിവസത്തെ കഠിനാധ്യാപനമായിരുന്നു. പിന്നെ ഗ്യാങ് കയറ്റുന്നതിന്റെ മുമ്പ് മെസ്സി കോട്ടാന്ന് പറയിപ്പിക്കണം. അപ്പൊ അത് വിടാം. അപ്പൊ വൃത്തി വെൽക്കം ഡാ. കൊറേ കാലത്തായിരുന്നു, അപ്പൊ ഇനി അങ്ങോട്ട് പവർ ആക്കണം. അത്രേ ഉള്ളൂ. വെൽക്കം ബാക്ക് പ്രതീക്. വെൽക്കം ഡാ, വെൽക്കം. അതെ അതെ, കൊറേ പുതിയ ആൾക്കാരുണ്ട്. എല്ലാരും നമുക്ക് എല്ലാരും വെൽക്കം ചെയ്തിട്ട് പരിചയപ്പെടാം. ഓക്കെ, റെഡി അല്ലേ? സോ വി വെൽക്കമിങ് ഹെൻസോ ബാക്ക് ടു KVA. എന്നെ PL അടിച്ച് ഫസ്റ്റ് റിക്രൂട്ട്, അത് ആദ്യ സെക്കൻഡ് ലുക്കൊക്കെ മാറി. ഹെൻസോ നീ വേറെ വല്ല പണിക്ക് പോയായിരുന്നു? കേട്ടില്ല. ആണോ? ഓക്കെ ഓക്കെ. ഹെൻസോ വെൽക്കം ഡാ, വെൽക്കം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എല്ലാവരും റിവ്യൂ ആക്കിയിട്ട് പരിചയം ഇതാക്കാം. പുതിയ ആൾക്കാരൊക്കെ ഉണ്ട്. സോ അടുത്ത സ്ലോട്ട് എടാ ഉണ്ടല്ലോ സാറേ. സോ അടുത്ത ആള് വരുന്നത്, ആളിപ്പോ സിറ്റിയിലില്ല, കുറച്ച് ബിസിയാണ്, കുറച്ച് ബിസി ആയതുകൊണ്ട് കുറച്ച് ഡിലേ ആവും. പക്ഷെ നമ്മൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, 2-3 ദിവസമായിട്ട് ഓൾറെഡി ഡിലേ ആയതാണ്. അപ്പോൾ ഇനിയും അത് എല്ലാവരും മനസ്സിലൊടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ റിവീലാക്കാണ്, അനൗൺസ് ചെയ്യാണ്. ആള് വന്നിട്ട് നമുക്ക് ഒന്ന് പ്രോപ്പറായിട്ട് വെൽക്കം ചെയ്യാം. സോ വി വെൽക്കമിങ് ലെക്സി ബാക്ക് ടു KVA. ജർമ്മൻ. അവനില്ല, അവന് അരമണിക്കൂർ എടുക്കും. അവന് അരമണിക്കൂർ, അവന് കുറച്ച് ബിസിയാണ്. ഓക്കെ, അടുത്ത ഓക്കെ, റെഡി ആണോ? സോ അടുത്ത റിക്രൂട്ട്. സോ ലെറ്റ്സ് ഗോ. വി വെൽക്കം വിഷ്യസ് ബാക്ക് ടു KVA. എല്ലാവരും കംബാക്ക് ആണ് ഗൈസ്, എല്ലാവരും കംബാക്ക് ആണ്. ഇവന് അപ്കമിങ് ജർമ്മൻ ആണ്. എങ്ങനെ പോകുന്നു? ഇത് മീറ്റ് മൊട്ട, ഇത് എക്സ് ജർമ്മൻ ആണ്. അവിടുന്ന് മൂന്നാമതോ? അത് CR ശിവൻ. അതല്ല, താടിക്കാരനോ? അത് 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 ഇട്ടിച്ചന്റെ അത്രേ ഉള്ളൂ. ഏതാ ഓക്കെ, വിശ്വസ ഇതാരാ ഈ ബാക്കിലുള്ളാരാ? നമുക്ക് കേട്ടെ, ഒന്നിരുന്നു കണ്ടായിരുന്നോ? നിങ്ങളായിരുന്നല്ലേ സുകുമാരൻ? അടുത്ത വിളിക്കാം, ഡീറ്റെയിൽ പരിചയം. സോ ഇന്നത്തെ ഫൈനൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇവിടെയും തീരാൻ പോകുന്നില്ല, ഇനിയും
കുറെ ആൾക്കാർ ഇനിയും വരും. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കുറെ ആൾക്കാർ വരും. സോ വി വെൽക്കം സിദാൻ ബാക്ക് ടു ഗേവിയെ. സിദാന്റെ ബാറ്റ്മാന് മയിലിന് ക്രോസ് ആയിട്ടുണ്ടായത്. പഗ്ഗില്ലേ പഗ് പെട്ടി ബാറ്റ്മാനും മറ്റേ മയിലിനും ക്രോസ് ആണ്. ക്രോസ് എടാ ഈ ഹെയർ സ്റ്റൈലൊക്കെ എവിടുന്ന് കണ്ടുപിടിച്ചത്? നീ ഇത് ആശിക്കിന്റെ കൂടെ വല്ല കിടന്നോ നീ? സത്യം അതിന് ക്രോസ് ഉണ്ടായ പോലെ ജെമിനി അടിച്ചു നോക്കി മോസ്റ്റ് വാണം ലുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ എടാ അതെ കുന്നുകളെ മൈക്കെടുത്ത് ഓക്കെ. സോ ഒരു കാര്യം കൂടെ ഉണ്ട്. ക്രിസ്ത്യൻ എല്ലാം വരും. ക്രിസ്ത്യൻ എല്ലാം വരും. അവർ ആക്ടിവേറ്റ് വരും. ക്രിസ്ത്യൻ എല്ലാം വരും. സോ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പൊ ഇതില് ആസ് ഓഫ് നൗ നമ്മളിപ്പോ ഇതില് പൃഥ്വിനെ മാത്രമാണ് ഇപ്പോ കറന്റ്ലി സ്ലോട്ടിൽ ആഡ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരെയും അല്ലെങ്കിൽ ഇതേപോലെ ഇപ്പൊ കറന്റ്ലി സ്ലോട്ടിലുള്ളവരെയും എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. നമ്മൾ ഇനി വീക്ക്ലി ആക്ടിവിറ്റി ഉണ്ടാവും, ആക്ടിവിറ്റി മോണിറ്ററിംഗ് ഉണ്ടാവും. സോ നമ്മൾ വീക്ക്ലി ആക്ടിവിറ്റി ബേസിൽ നമ്മൾ സ്ലോട്ടിൽ റിപ്ലേസ് ചെയ്യുന്നുണ്ടാവും, ലൈക്ക് ഇങ്ങനെ സ്വാപ്പ് ചെയ്യുന്നുണ്ടാവും. ആരൊക്കെയാണ് ആ വീക്കിൽ അല്ലെങ്കിൽ ആരൊക്കെയാണ് ആക്റ്റീവായി നിൽക്കുന്നത് അവരെ റിപ്ലേസ് ചെയ്തിട്ടായിരിക്കും അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്തിട്ടായിരിക്കും പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ഓൾറെഡി എടുത്ത ആൾക്കാരും അല്ലെങ്കിൽ ഓൾറെഡി ഗ്യാങ്ങിലുള്ള ആൾക്കാർ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും സിറ്റിയിൽ മര്യാദക്ക് കയറുക. സിറ്റിയിൽ കയറുക എന്ന് പറയുന്നത് ചുമ്മാ സിറ്റുവേഷൻ വരുമ്പോൾ ഗ്രൂപ്പിൽ ഇടുമ്പോൾ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം കയറുന്ന പരിപാടിയല്ല. സിറ്റിയിൽ ഡെയിലി സിറ്റിയിലെ പീക്ക് ടൈം, അതായത് ഒരു 10 to 12 എന്നുള്ള ഒരു പീക്ക് ടൈമിൽ സിറ്റിയിൽ ഉണ്ടാവണം. അതാണ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് റേഡിയോയിൽ. അല്ലാണ്ട് ചുമ്മാ ഒരു 5 മിനിറ്റ് വന്നിട്ട് 10 മിനിറ്റ് വന്നിട്ട് കയറി പോലല്ല. പിന്നെ ഇവിടെ TDM ഗ്രൈൻഡിങ് ഉണ്ട്, അതും അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഇപ്പോൾ TDM നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യാനുള്ള ഓക്കെ, അത് മനസ്സിലാക്കാം. എന്നാലും സിറ്റിയിൽ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു ബേസിലായിരിക്കും നമ്മൾ റോഡ് റിപ്ലേസിംഗ് ഉണ്ടാവുക അല്ലെങ്കിൽ സ്വാപ്പിംഗ് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ആ കാര്യം നല്ല രീതിയിൽ നോക്കുക. കാരണം ഞാൻ അത് ഇതാക്കിയതിനു ശേഷം പിന്നെ എന്നെ എന്തിനു പറ്റി അങ്ങനത്തെ ഇതിലും പറയാൻ നിൽക്കരുത്. അതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് ഈ കാര്യം പറയുന്നത്. സോ ഇപ്പോൾ വന്നവരോടും പറയുന്നുണ്ടെങ്കിൽ ഡെയിലി എല്ലാവരും മാക്സിമം ആക്റ്റീവ് ആവുക. ഇനി ഇതേപോലെ തിരിച്ച് ആക്ടിവിറ്റി വരാതിരിക്കരുത്. സോ ആ ഒരു വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ വന്ന പുതിയ ആൾക്കാരും ഇപ്പോൾ റീസെൻ്റ്ലി ആഡ് ചെയ്തവരും എല്ലാവരോടും കൂടെയാണ്. സോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഗൈസ്. നമുക്ക് സെറ്റാക്കാം എല്ലാം. നമുക്ക് പഴയ ആ ഒരു കേവിയിലോട്ട് നമുക്ക് തിരിച്ചെത്തിക്കണം. കുറേ പേര് നമ്മുടെ സിറ്റിയിൽ പല സംഭവങ്ങളായിട്ട് നടന്നിരുന്നു. കുറച്ച് പേർക്ക് നമ്മളിപ്പോൾ 2 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആരെങ്കിലും വരികയാണെങ്കിൽ ഇനി ഇവന്മാർക്ക് ചോദിക്കുമ്പോൾ ഒന്ന് പേടിക്കണം. ഇപ്പം ഈ പണ്ട് ഒരു കേവി എന്നുള്ള ഇതിൽ നോക്കുന്ന സമയത്ത് ഇവന്മാർക്ക് ഒരു പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് അവന്മാർക്ക് എന്തോ ആവും അല്ലെങ്കിൽ കേവി ഡൗൺ ആണെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയും നല്ല രീതിയിൽ ഇനി ആരെങ്കിലും ചോദിക്കാൻ വരികയാണെങ്കിൽ അവന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കാനുള്ള പേടി അവരിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അത്രേ ഉള്ളൂ മുത്തേ, അത്രേ ഉള്ളൂ. എല്ലാരും ആക്റ്റീവ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങള് ഗ്യാങ്ങിലെ കേൾക്കാവോ? നിങ്ങൾ മാത്രമല്ല ബാക്കി ഇനി ഞാൻ പറഞ്ഞു തരാം. ഇനി കുറച്ചു പേരുണ്ട്. അവരൊന്നും ഇപ്പൊ അവൈലബിൾ അല്ല. ക്രിസ്റ്റി, ഷെയ്ക്ക്, വെർമിൻ, പിന്നെ ആരൊക്കെയായിരുന്നു? മാമച്ചൻ ഇത്രയും പേര് ഇനിയും കേറാനുണ്ട്. വർക്കിച്ചനുണ്ട്. അവരെല്ലാരും വരും. ആക്ടിവിറ്റി അനുസരിച്ച് സ്ലോട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇമ്പോർട്ടന്റ് ആണ് എല്ലാവർക്കും ഒരുപോലെയായിരിക്കും. ഇപ്പൊ ഞാൻ ആക്റ്റീവ് അല്ലെങ്കിൽ എനിക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ സിറ്റുവേഷൻ മാത്രമായിട്ട് എല്ലാവരും കേറാൻ നിൽക്കരുത്. അതും ഇമ്പോർട്ടന്റ് ഒരു കാര്യമാണ്. എന്നും ആക്റ്റീവ് ആവുക. 10 to 12 അത്രയ്ക്കും കേറാൻ പറ്റിയിട്ടില്ലെങ്കിൽ മാത്രം ഗ്രൂപ്പിലിടുക. അതുപോലെ എല്ലാവർക്കും എല്ലാ സിറ്റുവേഷനിലും ഇറങ്ങാൻ പറ്റണമെന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് പറയാം, അല്ലെങ്കിൽ മൊയിലൂന്റെ അടുത്ത് പറയാം, അമ്മായിയുടെ അടുത്തോ ഹോക്കിയുടെ അടുത്തോ ആരുടെ അത് പറയണം. എന്റെ അടുത്ത് പറഞ്ഞാലേ ഞാൻ അറിയത്തുള്ളൂ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള കേസ്.